അതെ, ഇപ്രാവശ്യത്തെ പള്ളി പെരുന്നാളിന് ജോസിന്റെ സ്റ്റാള് പൂട്ടിക്കണം. പൂട്ടാളിയോ? അതല്ലേലും 10 മണിയാകുമ്പോൾ പൂട്ടുമല്ല. മോത കഴിഞ്ഞ് കച്ചവടം പൊളിക്കണോന്ന്. അയ്യോ, അവിടുത്തെ പൊളി കച്ചവടാ. എന്റെ മാസം നിനക്ക് മനസ്സിലായ? അലക്സേ, നീ മുൻകൈ എടുക്കണം. മുൻകൈ എടുക്കണോന്ന്. എടാ, ഞാൻ അവന്റെ അടുത്ത് ഇഷ്ടമാണെന്നല്ലോ പറഞ്ഞു. അവൻ ഇത്ര നാണം വരാൻ. അവനിപ്പോ ഏതോ പെണ്ണുമായിട്ട് വിളിയും ചിരിയൊക്കെ ഉണ്ട്. അതിനുശേഷം ഇല്ലാത്ത ക്യൂട്ട്നെസ്. നീ അവനെ വീക്ഷിച്ചു നോക്കേ. എടാ, നീ ഇവനെയാണോ വിളിക്കുന്നത്? അല്ലല്ല, പെണ്ണ. നീ അവനെ പിടിച്ച് മാറ്റില്ല, നിന്ന് കൊടുക്കും. 2 പട്ടിക്കുട്ടികൾ. പണ്ട് 2 പട്ടികളാണ് കല്ലെടുത്തെറിയുന്നവനാ. ചിലപ്പോ ആ പട്ടികളുടെ കൊച്ചുങ്ങളായിരിക്കും അത്. നിന്റെ തലയിൽ എന്താ തലച്ചോറല്ലേ? മന്തിയാ? നിന്നോട് ആരെയും രാത്രി ഗുഡ് നൈറ്റ് പറയും? ഇല്ല. പക്ഷെ എന്നോട് പറയും. ആര്? കഴപ്പശാരെന്നൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഒരു തന്നെ കയ്യം കുടിക്കണം. ഡാ, ഭയങ്കര ബോറാവുന്ന കേട്ടാ ഇത്. എന്താടാ ഒരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ട്നസ് കാണിക്കുന്ന എന്തിന്? ഓവറായ ലേശം. ഇനിയില്ല. അവള് വിളിക്കുന്നു. ഇനിയില്ല. എന്താ ഇനിയില്ലെന്ന്? കിരിക്കാടന്റെ മുഖം വെച്ച് കിവി ഐസ്ക്രീം കാണിക്കുന്നു നോക്ക്. ജിമ്മിന് പോകുന്നുണ്ടല്ലോടാ. തൊടകയും സെറ്റ് ആയല്ലേ. എന്ത്? ഹായ് ഗെയ്സ്. അവനെ വരെ തോന്നി തുടങ്ങി. എന്തേ? ഹായ് ഗെയ്സ്. ഗായ്സ്. സോറി, ഇറ്റ്സ് ബ്രിട്ടീഷ് ആസ്കന്റ്. അപ്പം ഗാന്ധിജിക്ക് എതിരായിരുന്നു. നോ. Then why British? Just. Wait a minute. Get high living. Then those in the body John Brutus and the Brutus. ഒന്ന് പോസ് ചെയ്തേടാ. ഇനി പാട്. അല്ല, കേട്ട പോലെ ഒന്ന് പാട്. ഓ, അത് വേറെ നാടൻ പാട്ടാ. ഇത് പാടിയതാരെന്നറിയോടാ? ഹനുമാൻ ഷാ. അത് രണ്ട് ആൾക്കാരടാ. ഹനുമാൻ കിണ്ടി ഇരി അവിടെ ഇരി. ഇപ്പൊ കുറച്ചുകാലായിട്ട് ഒരു സായിപ്പൊളി ഉണ്ട് കേട്ടോ. കണ്ട് വെറുതെ ആര് വെറുതെ? വാട്ടെ വെറുതെ വെതർ. വെറുതെ കിടന്നങ്ങ് വെതറുവാ. Excuse me. Is there any good Mandiya restaurant nearby? വാസ്കോഡഗാമ ഓടിട്ട് കൊടുത്ത് വീട്ടിൽ താമസിക്കുക. അവിടെ ചോദിച്ചു. ആസ്ക്. Oh, really? നോ ലൈങ്. Is there any good Mandiya restaurant nearby? മന്തി. Do you know Hindi? അയ്യോ, ഹിന്ദിയിൽ അവന് ആഷിഖ് ഖാനായി മാത്രമേ അറിയത്തുള്ളൂ. യു ടേക്ക് ഫോൺ. ഗൂഗിൾ മാപ്പ്. Okay. ഗോ റെസ്റ്റോറന്റ്. ഈറ്റ് മന്തി വിത്ത് പെപ്സി. Then Google Pay. Go counter. ജീരകം and toothpick. Hooray. What? Go sir. Go. അയാള് പോയാ? ഡോറയുടെ മാപ്പ് പോലും ഇത്ര നന്നായിട്ട് ആർക്കും വഴി പറഞ്ഞു കൊടുക്കൂല. അല്ല, എന്തിനാ ഈ പരാക്രമം? യു കെയിൽ ഒരു ഗേൾ ഫ്രണ്ട് സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്കും പഠിക്കാനായിട്ട് യു കെ പോണം. അതിന് ഇംഗ്ലീഷ് ചവച്ച് തുപ്പിട്ട് കാര്യമില്ല. നല്ല കൺസൾട്ടൻസി പോ. അതെവിടെ? അതിനല്ലേ സാൽവേ മരിയ. എടാ, അവർ എബ്രോഡ് എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയാ. അവര് 1 to 1 ആയിട്ട് നിനക്ക് ജെന്യൂൻ ആയിട്ട് പോകുന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. വേറുള്ളവരെ കണക്ക് സ്റ്റഡി എക്സ്പോസും ഫെയറും വെച്ച് നിന്നെ പറ്റിക്കൂല. അപ്പൊ ജെന്യൂൻ അല്ലേ? എടാ, സാൽവേ മരിയക്ക് ഒരു ഹിഡൻ കണ്ടീഷൻസും ഇല്ല. അവരുടെ ഓഫേഴ്സും സർവീസും എല്ലാം ട്രാൻസ്പെറന്റാ. അതുമല്ല, അവർക്ക് കേരളത്തിൽ തന്നെ 19 ബ്രാഞ്ചസ് ഉണ്ട്. അതല്ല, അവൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നിന്റെ ഇംഗ്ലീഷ് വെച്ച് എങ്ങനെ പിടിച്ചിരിക്കുന്നു? അളിയ, അവള് പറയുന്നത് എനിക്ക് മനസ്സിലാവൂല. പിന്നെ ആ മെസ്സേജ് ഞാൻ അപ്പോഴേ ഗൂഗിളിൽ കയറി തർജ്ജമ ചെയ്യും. ബെസ്റ്റ്. അത് കണ്ടിട്ട് അവള് പറയുവോ എന്റെ ഇംഗ്ലീഷ് മാറുവലാരെ പോലെ അന്ന്. മാർവലസ് എന്ന് പറഞ്ഞാണ് അവളാ. ബേബ്, ക്യാൻ യു പ്ലീസ് സെൻഡ് മീ 1000 pound. പോണ്ടെന്ന് വെച്ചാ കുളോ. ഇനി അവക്ക് അവിടെ ചെന്ന് 1000 കുളം കുത്തണമായിരിക്കും നീ. എന്തിനു ഗപ്പിയെ വളർത്താനാ? സ്വിമ്മിംഗ് പൂളാ ബെറ്റർ എന്ന് പറയടാ. അല്ലേ? അതെ അതാകുമ്പോ തവള കാണൂല. ആണല്ലേ? ബേബ്, സ്വിമ്മിംഗ് പൂൾ ഇസ് ബെറ്റർ. നോ പോണ്ട് ഫുൾ ഓഫ് റോക്ക്. പാവം, ദൈവം തലച്ചോറ് കൊടുക്കാൻ മറന്നേന്ന് തോന്നുന്നു. മൈ തറവാട് 1 pound. ഓക്കെ. എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോൻ? SSLC പാസ്സായ? അവന്റെ കല്യാണമായിരുന്നു. എടാ, പണ്ടി കയ്യിരുന്ന് പെടുത്ത ചെറുക്കനാ. അയ്യോ, അതാരോടും പറയല്ലേ. എന്തിപ്പോ പെടുക്കാറില്ലേ? കയ്യിലിരുന്ന് പെടുക്കാറില്ല. ആളിച്ചിരി ഇൻട്രോവേർട്ടാണ്. ഇവിടെ കുറച്ച് ചോറ് പപ്പടം കിട്ടിയില്ല. അകത്താര കാറ്ററിംഗ് നടത്തുന്നേ? അയ്യോ, കാറ്ററിംഗ് അല്ല, എന്റെ പുത്രനാ. ഐസ്ക്രീം ഫ്രീസറിൽ നിന്ന് ചൊരണ്ടി തിന്നാ. മോൻ ചോറ് തിന്നുമല്ലേ? അയ്യോ, തിന്നു അന്ന് പറയല്ലേ. ചോറും കലത്തി തലയിട്ടിരിക്കുക. പെണ്ണവിടെ ഉള്ള? പെണ്ണിന്റെ വീട്ടില്. കൂനംപോയിക്കുളത്താ വീട്. കാണാൻ ലഡ്ഡു പോലെ ഇരിക്കുക. എന്താ കവള തുണക്കം മുന്തിരി ഉണ്ടാ? പാപ്പ, എനിക്ക് ലഡു.
തിരട്ടാ രണ്ടെണ്ണം അങ്ങ്. നിന്റെ മൂത്തവന്റെ കല്യാണത്തിൽ യവനെ കണ്ടില്ലല്ലേ? അതിന് മണ്ഡപത്തിൽ ഇവൻ വേണ്ടേ? കല്യാണത്തിന് നടന്ന 4 പന്തിയുടെ ഫോട്ടോയിൽ ഇവന്റെ തലയുണ്ട്. അതിന് മന്തി ഇല്ലായിരുന്നല്ലേ? മന്തി അല്ലടാ പന്നി, പന്തി. എന്റെ മോന്റെ കല്യാണമാണ്. ആ കല്യാണത്തിന് കുണാഫ കാണുവോ? നിന്റെ കുണ്ണാഫ എന്റെ കയ്യിലാണ്. കുണ്ണാഫ ഇല്ലാതെ അവൻ കെട്ടാൻ നടക്കും. ഇങ്ങനെ കള്ളച്ചോറ് കഴിച്ചാൽ മതിയോ കല്യാണം കഴിക്കണ്ടേ? അപ്പുറത്തെ ഷാജി വലിയ പെരുന്നാളിൽ ഒരു പോത്തിനെ കൊടുക്കുന്നു. ഞാൻ ഈ പോത്തിനെ കൊടുത്താലോ എന്ന് ആലോചിക്കുക. മകന്റെ തീറ്റയ്ക്ക് കണക്ക് പറയല്ലോ. അയ്യോ കണക്കില്ല, കയ്യും കണക്കും ഇല്ല. നീ തിന്ന് മുടിപ്പിച്ചതിന് പാവോടാ, അവനാ കലത്തിൽ തലയിട്ട് കരയുമായിരിക്കും. പാപ്പാ ഫ്രിഡ്ജിൽ ഇരുന്ന ബ്രെഡ് തീർന്ന. ആ കലത്തിൽ തലയിട്ട് കൊല്ലടാവൻ. നീ ഒരു കാര്യം ചെയ്യ, അവിടെ കല്യാണം വിളിക്കണ്ട. നിനക്ക് അത്ര ചെലവ് കുറഞ്ഞു കിട്ടും. പോ 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 പോ. എല്ലാരും ഇങ്ങനെ പറഞ്ഞായിരുന്നു. ഇപ്പൊ പറയും. അച്ഛ ഫോണ് എവിടെ പോയാലും 9 മണിക്ക് മുമ്പ് വീട്ടിൽ കയറി പോകണം. അതല്ല അച്ഛന് ഫോണെന്ന്. എനിക്കെന്തിനാടാ ഈ ടച്ച് ഫോണ്? എന്റെ പൊന്നെ ചേട്ടൻ ദുബായിന്ന് കൊടുത്തു വിട്ടാണ് നിങ്ങളുടെ മോന്താണ്ട് സംസാരിക്കാൻ. പണ്ടവൻ എന്റെ മോന്താണമ്മ ചൊറിച്ചിലായിരുന്നല്ലേ. എനിക്ക് അറിഞ്ഞൂടാ, തന്റെ മോനോടെ തോണ്ടിയോ ചൊറിഞ്ഞോ എന്താന്ന് വെച്ചാ ഇരി, ഞാൻ പോന്നു. എടാ ഇതിൽ എവിടെ തോണ്ടിയാലും എന്നെ കാണുന്നോളൂ, അവനെ കാണുന്നില്ല. നോക്കേ. ഇതാരിത്? ആരാത്? അച്ഛനായത്? ഞാൻ കരുതി മൊബൈൽ കണ്ടുപിടിച്ച ആരോ ആന്ന്. കണ്ടതി പിടിച്ച് ഞെക്കിയിട്ട് ഇപ്പൊ എന്തോ വേണം? സതീശനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ വിളിച്ചത്? സതീഷേ, മോനെ സതീഷേ. മോനെ സതീഷേ എന്ന് വിളിച്ചാൽ ഞാൻ കിട്ടൂല. ഇതാണ് വാട്സാപ്പ്. ഈ പച്ചമാങ്ങ ഇതി പിടിച്ച് ഞെക്കിയിട്ട് ഇത് ഞെക്കിയാ മതി. സതീഷ് ഇതിനകത്ത് ഇരിപ്പുണ്ട്, കൊണ്ടുപോ. കാശും ചെലവാക്കി ദുബായ് പറഞ്ഞു വിട്ടാനാ പച്ചമാങ്ങ കയറി ഇരിക്കുന്നു. വൃത്തിയോട് മോനെ. എന്ത്? ഒരു ചുമന്ന ആപ്പിൽ കയറിയപ്പോ വേണ്ടാത്തൊക്കെ പ്ലേ ആയടാ. വേണ്ടാത്തിനകത്ത് കയറി ഞെക്കൂ. പഴയ എന്റെ ഒരു കൂട്ടുകാരനുണ്ട് ദുബായി പോയാൽ. അവ ഈ ചുമന്ന ആപ്പിളി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചുമന്ന ആപ്പിളി കാണും നിങ്ങളുടെ ആര് പറഞ്ഞു? സതീശൻ പച്ചമാങ്ങ കാണുമെങ്കിൽ ഇവൻ ചുമന്ന ആപ്പിളി കാണുമല്ലോ. അങ്ങനെ ദുബായ് ഫ്രൂട്ട്സ് അടയാ. നിങ്ങൾ ഈ പച്ചമാങ്ങ തോണ്ടിയിരുന്നാ മതി. ആകെ 3 ലക്കമുണ്ട്. ഇതിൽ എവിടെ ഇട്ട് തോണ്ടും ഞാൻ? കണ്ടോ, ഇതാണ് ഫേസ്ബുക്ക്. ഞാൻ പോയൊരു പേന എടുത്തോണ്ട് വരാം. എന്തിന് ഇതിനകത്ത് പറ്റൊന്നും എഴുതാൻ പറ്റൂല. പിന്നെ ഇതിലെങ്കിലും ഒരുപാട് ആന്റിമാരെ കിട്ടും, നോക്കിയൊക്കെ തോണ്ടണം. തോണ്ടാ നീ എന്നെ അച്ഛാ, ഈ തണ്ടിനെ ആര് പറയണ്ടി വീട്ടിൽ കയറ്റിയത്? ഈ തണ്ടി വിളിച്ചിട്ട് അല്ല നിന്റെ അച്ഛൻ വിളിച്ചിട്ട്. ഇവനെ കഴിഞ്ഞ മാസം കഞ്ചാവ് വെള്ളത്തിന് പിടിച്ചതാ. കറിവേപ്പില വാങ്ങിച്ച തൈ മാറിപ്പോയി. അതങ്ങനെ സ്വന്തം നന്ദയ്ക്ക് പഠിപ്പിച്ചെന്നില്ലേ കണ്ട നന്ദയില്ലാത്തവരെയൊക്കെ വിളിച്ച് പഠിക്കേണ്ടി വരും. എന്നാ പാപ്പിച്ചു കൊടു. ആ കൊടുക്കും. എടാ എനിക്ക് ബോറടിക്കുന്നടാ. എന്നാ ലൈവ് ഇട്. ഇത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കുമല്ലേ. 500 ഫ്രണ്ട്സ് ഉണ്ട്, സംസാരിച്ചോ. ഹായ് ഫ്രണ്ട്സ്. ഈ പണ്ട് തോണ്ടാനൊന്നും കിട്ടാത്തപ്പോഴേ എന്തു തോണ്ടിയായിരുന്നു വിനോദം കണ്ടെത്തുന്നത്? ഞാൻ കാട്ടി കയറും. എന്തിന്? കസ്തൂരിമാനെ അറിയാവോ? സൂര്യ ടിവിയില്. സീരിയൽ അല്ലടാ, ഇത് ഒറിജിനൽ മാൻ. അതിനെ വെട്ടി കറി വെച്ച് തിന്നും. അതിലും വെറൈറ്റി ഒരു സാധനമുണ്ട്. സിംഹവാലം കുരങ്ങനെ 5 ദിവസം കുടത്തിലിട്ട് വാറ്റും, എന്നിട്ട് അങ്ങ് കുടിക്കും. അപ്പൊ ഒരു തരിപ്പ് കിട്ടും. അത് വേറെ ഒന്നിനും കിട്ടത്തില്ലടാ. അതും പോരായിട്ട് പിന്നെ ആനക്കൊമ്പന്റെ വീട്ടിലെ കട്ടിലിന്റെ അടി ഇരിപ്പോണ്ട്. പോവല്ലേടാ, കഴിഞ്ഞ ദിവസം കേറി പിടിച്ച മയിലിന്റെ എണ്ണ ഇരിപ്പോണ്ടാ. മതിയണ്ണ, അതെന്തേ ചിരി ഇപ്പൊ വരും. എന്തൊരു ചരക്ക്. ഹലോ, ഇത് ഈസ്റ്റ് സ്റ്റേഷനിൽ നിന്നാണ്. പറ സാറേ. കട്ടിലിന്റെ അടി ഇരിക്കുന്ന ആനക്കൊമ്പ് ഒന്ന് തരുമോ? എന്തിന്? അല്ല, ഇവിടെ ഇരിക്കുന്ന ആനയുടെ കൊമ്പൊന്ന് ഒടിഞ്ഞു. ആ കൊമ്പ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു. അതിനത് പശുക്കൊമ്പാ. ആനക്കൊമ്പ് സേഫാ, ഞാൻ ജാമത്തിന് ഇറക്കാൻ വരാവേ. ബൈ. അല്ലേടാ. പിന്നെ ഇവിടെ DGPക്ക് ഭയങ്കര മുടി ഒഴിച്ചില്ല. ആ മയിലെണ്ണയും കൂടെ ഒന്ന് എടുത്തോ കേട്ടോ. പിന്നെ സിംഹവാലം കുരങ്ങിന്റെ വാറ്റും എടുത്തോണ്ടോ, സ്റ്റേഷനിൽ വെച്ചടിക്കാം. അപ്പൊ ജീപ്പുമായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്, മനസ്സിലായോ?